ടോട്ടോയ്സ് കാരമൽ കുക്കീസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം മൈദയിലേക്ക് പഞ്ചസാര പൊടിച്ചത്, ഒരു ചെറിയ പിഞ്ച് ഉപ്പ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കൊക്കോ പൗഡർ കൂടെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു ബൗളിലേക്ക് ബട്ടർ ചേർക്കാം. ബട്ടർ ബീറ്റ് ചെയ്യാം. എഗ്, വാനില എസൻസ്, വാനില എസൻസ് ചേർത്തു. മിൽക്ക്, ഇതിലേക്ക് കുറേശ്ശെയായിട്ട് മിക്സ് ചേർക്കാം. മൈദ, പഞ്ചസാര, കൊക്കോ പൗഡർ, ഇതുപോലെ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക. നമ്മളിത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെക്കണം. നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന ഇതിലാവാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ ഇപ്പോൾ ഇത് നല്ല ഫേമായിട്ടുണ്ട്. നമ്മൾ 1 മണിക്കൂർ വെച്ചതാണ്. ഇത് എടുക്കുക. ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുക്കാം. ഇത് മുട്ട വെള്ളയിൽ ഒന്ന് മുക്കിയിട്ടെടുക്കുക. എന്നിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമിൽ സ്ലൈസായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇത് 1 ടീസ്പൂണിൻ്റെ പാക്ക് വെച്ചിട്ട് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. നമുക്ക് കാരമൽ സോസ് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യും. അങ്ങനെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. അത് നമുക്കിത് ബേക്ക് ചെയ്ത് എടുക്കാം.
ഇനി 190 190 ഡിഗ്രി ടെമ്പറേച്ചറിൽ പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ വേണം ബേക്ക് ചെയ്യാൻ. അതൊരു 10 മിനിറ്റ് 15 മിനിറ്റ് 10 തൊട്ട് 15 മിനിറ്റ് വരെ വേണം ബേക്ക് ചെയ്യാൻ. നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കുക്കീസ് ബേക്ക് ചെയ്തെടുത്തതാണ്. ഇതിവിടെ വയ്ക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ കുറച്ച് കാരമൽ സോസ് ചേർക്കാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായിട്ടുണ്ട്. പാനിലേക്ക് പഞ്ചസാര, ബട്ടർ, ഫ്രഷ് ക്രീം, നല്ലൊരു കാരമൽ സോസ് ഉണ്ടാക്കണം. പഞ്ചസാര നന്നായിട്ട് ഉരുകി കുറച്ച് തിക്കായിട്ടുള്ള ഒരു കാരമൽ സോസ്. കുക്കീസ് നല്ല ഇപ്പം നല്ല ഫോമായിട്ടുണ്ട്. ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയ ശേഷമാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു ബ്രൗൺ കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കാരമൽ നമ്മൾ കുറേശ്ശെയായിട്ട് കാരമൽ ഒഴിച്ചു. അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ്, നിർബന്ധമൊന്നുമില്ല,